ഇനി 8ാം സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായം. അഥ നവമോധ്യായ. ശ്രീ നാരായണ ഉവാച. നാരായണ മഹർഷി തുടർന്ന് നാരദരോട് പറയുകയാണ്. ഹരിവർഷത്തിൽ ശ്രീഹരി പാപനാശകനും യോഗയുക്തനും ഭക്താനുഗ്രഹകാരകനുമായ നരസിംഹമൂർത്തിയായി വർത്തിക്കുന്നു. ഹരിവർഷത്തിൽ 9 വർഷങ്ങൾ, 9 രാജ്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞില്ല. അതിൽ ഓരോ രാജ്യത്തെയും നേരത്തെ വർണ്ണിച്ചു. ഇനി അതിലെ ദേവതകളെ പറ്റി പ്രതിപാദിക്കുകയാണ്. ഹരിവർഷത്തിൽ ശ്രീഹരി, ശ്രീമൻ നാരായണൻ, പാപനാശകനും യോഗയുക്തനും ഭക്താനുഗ്രഹകാരകനുമായ നരസിംഹമൂർത്തിയായി വർത്തിക്കുന്നു. അവിടെയാണ് ഭഗവാൻ മൂർത്തിയായിട്ട് വർത്തിക്കുന്നത്. പാപനാശകൻ ആണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്മരിച്ചാൽ പാപമില്ലാതായിത്തീരും. യോഗയുക്തനും ആണ് അദ്ദേഹം. സമാധിയോടുകൂടി ചേർന്നയാളാണ് അദ്ദേഹം. ഭക്താനുഗ്രഹകാരകനുമാണ്. അപ്പോൾ ഈ ദേവീ ഭാഗവതത്തിൽ ഈ വിഷ്ണുവിനെ പറ്റി എന്തിനാണ് ഇത്രയധികം വിസ്തരിച്ച് പറയണത്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിന് കാരണം. ദേവിയും വിഷ്ണുവും വേറെ വേറെയല്ല. നമ്മൾ ദേവിയെയും വിഷ്ണുവിനെയും ഒക്കെ വേറെ വേറെയായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ദേവി തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ദേവി. അപ്പം ഇവിടെ ദേവിയെ തന്നെയാണ് വിഷ്ണു സ്വരൂപത്തിൽ പറയുന്നത്. ആ മൂർത്തി തത്വം അറിയുന്ന മഹാഭക്തനായ പ്രഹ്ലാദൻ അദ്ദേഹത്തിന് അത്യന്തം പ്രിയങ്കരമായ നരസിംഹരൂപം സ്മരിച്ചുകൊണ്ട് ഭക്തിപൂർവം ഇങ്ങനെ സ്തുതിക്കുന്നു. അപ്പോൾ പ്രഹ്ലാദനാണ് നരസിംഹ ഭക്തരിൽ പ്രഥമഗണ്യൻ. അദ്ദേഹം നരസിംഹത്തെ സ്തുതിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്തുതി ദേവീ ഭാഗവത്തിലെ സ്തുതിയാണ് ഇനി പറയുന്നത്. പ്രഹ്ലാദ ഉവാച. പ്രഹ്ലാദൻ പറഞ്ഞു, ഓങ്കാരസ്വരൂപനായ ഭഗവാൻ നരസിംഹരൂപിക്ക് നമസ്കാരം. അഗ്നി തുടങ്ങിയ തേജസ്സുകൾക്കും തേജസ്സായ നിനക്ക് നമസ്കാരം. ഹേ വജ്രനഖ വജ്രദംഷ്ട്ര, നീ എനിക്ക് പ്രത്യക്ഷനായാലും പ്രത്യക്ഷനായാലും എൻ്റെ കർമ്മവാസനകളെയെല്ലാം ദഹിപ്പിച്ചാലും ദഹിപ്പിച്ചാലും എൻ്റെ അജ്ഞാനരൂപമായ അന്ധകാരത്തെ നശിപ്പിച്ചാലും ഓം സ്വാഹ, എൻ്റെ അന്ധകരണത്തിൽ അഭയപ്രദനായി പ്രകാശിക്കാൻ കൃപയുണ്ടായാലും. നരസിംഹത്തെ പ്രാർത്ഥിക്കുകയാണ്. ഓംകാരസ്വരൂപനായ ഭഗവാൻ നരസിംഹരൂപിക്ക് നമസ്കാരം. പ്രണവസ്വരൂപനാണ് നരസിംഹം. നരസിംഹത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് ശബ്ദബ്രഹ്മാത്മകമായ പ്രണവം തന്നെയാണ്. ഈ പ്രണവം നമ്മൾ ഉച്ചരിക്കുന്ന പ്രണവമല്ല ശരിക്കുമുള്ള പ്രണവം. സമാധി അവസ്ഥയിൽ അകത്ത് കേൾക്കുന്ന അന്തർനാദമാണ് പ്രണവം. ആ പ്രണവസ്വരൂപിയായ നരസിംഹമൂർത്തിക്ക് നമസ്കാരം. അഗ്നി തുടങ്ങിയ തേജസ്സുകൾക്കും തേജസ്സായ നിനക്ക് നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ തേജസ്കരമായിട്ട് എന്തൊക്കെയാണോ ഉള്ളത് അതിൻ്റെ എല്ലാം തേജസ്സായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാന് നമസ്കാരം. ഹേ വജ്രനഖ വജ്രദംഷ്ട്ര, മറ്റാർക്കും മറ്റൊന്നിനും തകർക്കാൻ പറ്റാത്ത, പൊട്ടിക്കാൻ പറ്റാത്ത, ഇല്ലാതാക്കാൻ പറ്റാത്ത നഖങ്ങളോടും ദംഷ്ട്രകളോടും കൂടിയവനെ നീ എനിക്ക് പ്രത്യക്ഷനായാലും. പ്രത്യക്ഷനാവുക എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ മുമ്പിൽ വരിക എന്നുള്ളതല്ല, എനിക്ക് അനുഭവിക്കാൻ സാധിക്കണേ എന്നുള്ളതാണ്. പ്രത്യക്ഷനാവുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അനുഭവിക്കണേ എന്നാണ്, നീയായി തീരണേ എന്നാണ്. പ്രത്യക്ഷനായാലും എൻ്റെ കർമ്മവാസനകളെ എല്ലാം ദഹിപ്പിച്ചാലും ഞാൻ വിചാരിച്ചാൽ അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അല്പമായ എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ വാസനകളെ ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കില്ല. അതിന് ഭഗവാനെ, അല്ലയോ ഭഗവാനെ, അവിടുത്തെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ കർമ്മവാസനകളെയെല്ലാം ദഹിപ്പിച്ചാലും എൻ്റെ അജ്ഞാനരൂപമായ അന്ധകാരത്തെ നശിപ്പിച്ചാലും. അജ്ഞാനരൂപം അജ്ഞാനം, അൺഅവയർനെസ്സാണ് അന്ധകാരം. അതിനെ ഇല്ലാതാക്കിയാലും എൻ്റെ അന്ധകരണത്തിൽ അഭയപ്രദനായി പ്രകാശിക്കാൻ കൃപയുണ്ടായാലും. എൻ്റെ അന്ധകരണത്തിൽ അഭയപ്രദനായി ഒരു ഭയവും ഇല്ലാതെയാക്കുന്ന പരമമായ സ്വരൂപമായി എൻ്റെ അകത്ത് പ്രകാശിക്കാൻ, എപ്പോഴും ജ്വലിച്ചു നിൽക്കാൻ, ഉദിച്ചു നിൽക്കുവാൻ കൃപ ഉണ്ടായാലും. വിശ്വത്തിന് ശുഭം ഭവിക്കട്ടെ. മൂർഖൻ ക്രൂരത വിട്ട് പ്രസന്നനാവട്ടെ. ജീവജാലങ്ങൾ അന്യോന്യം മനസാ സുഖം നേരട്ടെ. മനസ്സ് ശാന്തമാവട്ടെ. ഭജിക്കുന്ന ഞങ്ങൾക്ക് അധോക്ഷജനായ നിന്നിൽ നിഷ്കാമമായ ഭക്തി ഉണ്ടാകട്ടെ. തനിക്ക് വേണ്ടി മാത്രമല്ല ആരാധിക്കുന്നത്, തൻ്റെ ആരാധന കൊണ്ട്
ലോകത്തിന് മുഴുവൻ മംഗളമുണ്ടാകട്ടെ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കേട്ടു, അത് ഈശ്വരോന്മുഖമായ ചര്യ വാസ്തവത്തിൽ ലോക സേവ തന്നെയാണ്. ഒരാൾ ഈശ്വരനെ ഭജിക്കുമ്പോൾ അയാൾക്ക് മാത്രമായിട്ടൊരു സൗഖ്യം ഉണ്ടാവുന്നില്ല. അയാളുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും എല്ലാത്തിനും ആ സൗഖ്യമുണ്ടാകും. എല്ലാവരും ഈശ്വരോന്മുഖരായാലോ ലോകം മംഗളകരമായ സ്ഥലം ആയി തീരും. അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആവണം എന്നില്ല. വിശ്വത്തിന് ശുഭം ഭവിക്കട്ടെ. എൻ്റെ ഈ തപസ്സുകൊണ്ട് ഞങ്ങളുടെ പ്രഹ്ലാദൻ പറയുകയാണ്, ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ ഈ ആരാധന അങ്ങേക്ക് സ്വീകാര്യമാണെങ്കിൽ അത് സ്വീകരിച്ചിട്ട് വിശ്വത്തിന് ശുഭം ഭവിപ്പിച്ചാലും മംഗളകരമായത് ഭവിക്കട്ടെ. മൂർഖൻ ക്രൂരത വിട്ട് പ്രസന്നനാകട്ടെ, ദുഷ്ടൻ ശിഷ്ടനാവട്ടെ. ജീവജാലങ്ങൾ അന്യോന്യം മനസ്സാ സുഖം നേരട്ടെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖം നേരട്ടെ. ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നത് ദുഃഖം ഉണ്ടാവാനാണ്. മറ്റുള്ളവരുടെ പതനം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പം അതില്ലാതാവട്ടെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സാ സുഖം നേരട്ടെ. മനസ്സ് ശാന്തമാവട്ടെ. മനസ്സ് ശാന്തമായാൽ മാത്രമേ എല്ലാവർക്കും സുഖം നേരാൻ സാധിക്കുകയുള്ളൂ. ഭജിക്കുന്ന ഞങ്ങൾക്ക് അധോക്ഷജനായ നിന്നിൽ നിഷ്കാമമായ ഭക്തി ഉണ്ടാകട്ടെ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ഭക്തി നിന്നോട് ഞങ്ങൾക്കുണ്ടാകട്ടെ. അമ്മയ്ക്ക് അമ്മയുടെ മക്കളോടുള്ള വാത്സല്യം പോലെ ഞങ്ങൾക്ക് നിന്നോട് ഭക്തി ഉണ്ടാകട്ടെ. വീട്, കളത്രം, പുത്രൻ, ധനം, ബന്ധുക്കൾ എന്നിവയിൽ ആസക്തി ഉണ്ടാവാതിരിക്കട്ടെ. ആസക്തി ഉണ്ടാവുന്നെങ്കിൽ അത് ഭഗവത് ഭക്തന്മാരിലായിരിക്കട്ടെ. സംയമശീലമുള്ളവൻ ശരീരം നിലനിർത്താൻ വേണ്ട അന്നാദികൾ കൊണ്ട് സന്തുഷ്ടനാവുന്നു. അവന് എത്ര വേഗം മുക്തി ലഭിക്കുമോ അത്ര വേഗം ഗൃഹാദികളിൽ ആസക്തനായ ഒരുവന് മുക്തി ലഭിക്കുകയില്ല. വീട്, കളത്രം, പുത്രൻ, ധനം, ബന്ധുക്കൾ എന്നിവയിൽ ആസക്തി ഉണ്ടാവാതിരിക്കട്ടെ. അനാസക്തരായും ഇതെല്ലാം നിലനിർത്താം. ഈ ആസക്തി ഉണ്ടാകുമ്പോൾ, അറ്റാച്ച്ഡ് ആകുമ്പോൾ ബയാസ്ഡ് ആയിത്തീരും. ബയാസ്ഡ് ആയിത്തീരുമ്പോൾ അറ്റാച്ച്മെൻറ്റ് മാത്രമല്ല, ഈ ഹോസ്റ്റിലിറ്റിയും രാഗം മാത്രമല്ല, ദ്വേഷവും മുൻവിധികളെ ഉണർത്തും. മുൻവിധികളോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അത് നാശത്തിനായിട്ട് ഭവിക്കും. ആസക്തി ഇല്ലാതെയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആസക്തി ഇല്ലാതെയും എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കും. അപ്പം വീട്, കളത്രം, പുത്രൻ, ധനം, ബന്ധുക്കൾ ഇവയിലൊക്കെയാണ് മനുഷ്യർക്ക് ആസക്തി. ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ സദാ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെ പ്രയത്നങ്ങൾ മുഴുവനും ബയാസ്ഡ് ആയിരിക്കും, മുൻവിധികളോട് കൂടിയതായിരിക്കും. അതുകൊണ്ട് ആസക്തി ഇല്ലാതാകട്ടെ. ആസക്തരാകാനും അനാസക്തരാകാനും നമ്മൾ വിചാരിച്ച സാധിക്കില്ല. അത് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടല്ലയോ ഭഗവാനെ, ഞങ്ങൾക്ക് ആസക്തി ഇല്ലാതാകട്ടെ ആകണേ. അഥവാ ആസക്തി ഉണ്ടാവുന്നെങ്കിൽ അത് ഭഗവത് ഭക്തന്മാരിലാകട്ടെ. ഭഗവത് ഭക്തന്മാരിലോടുള്ള ആസക്തി അനാസക്തിയിലേക്ക് നയിക്കും. അവരോടുള്ള ആസക്തി ഭഗവാനിലേക്കും ഭഗവാനോടുള്ള ആസക്തി അനാസക്തിയിലേക്കും നയിക്കും. അതുകൊണ്ടാണ് ആസക്തി ഉണ്ടാവുന്നെങ്കിൽ അത് ഭഗവത് ഭക്തന്മാരിലായിരിക്കട്ടെ. സംയമശീലമുള്ളവൻ ശരീരം നിലനിർത്താൻ വേണ്ട അന്നാദികൾ കൊണ്ട് സന്തുഷ്ടനാവുന്നു. സംയമശീലമുള്ളവൻ, നിയന്ത്രണമുള്ള, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കെൽപ്പുള്ളവർ, അതാണ് സംയമനശീലമുള്ളവർ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കെൽപ്പ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ബലമായിട്ട് നിയന്ത്രിക്കുകയല്ല. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതോ, ഇന്ദ്രിയങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അതിനെ പ്രവർത്തിപ്പിക്കുക. കണ്ണ് കാണുന്നതെല്ലാം അറിയണം, കാത് കേൾക്കുന്നതെല്ലാം അറിയണം. അതായത് അവയർനെസ്സോടുകൂടി ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുക. അവരാണ് അങ്ങനെ അവയർനെസ്സോടുകൂടി ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് സംയമനശീലമുള്ളവർ. അവർ ശരീരം നിലനിർത്താൻ വേണ്ട അന്നാദികൾ കൊണ്ട് സന്തുഷ്ടരാകുന്നു. അവർ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ മാത്രം എടുക്കുന്നു. അമാസി ചെയ്യുന്നില്ല എന്നർത്ഥം. വരും തലമുറകളിലേക്ക് വേണ്ടി എന്ന് കരുതി വയ്ക്കുന്നില്ല. വരും തലമുറകളിലേക്ക് വേണ്ടി എന്ന് കരുതി വെച്ചതെല്ലാം ഇന്ന് എവിടെയാണ് എന്ന് ചിന്തിച്ചാൽ ഈ കരുതി വയ്ക്കുന്നതിൻ്റെ പ്രസക്തിയില്ലായ്മ ബോധ്യപ്പെടും. നമ്മുടെ ഒരു 2, 3, 4 തലമുറ മുമ്പുള്ളവർ അവരുടെ
പിൻതലമുറക്കാർക്ക് സുഖമായി ജീവിക്കുവാനും കൂടി വേണ്ടി സമ്പാദിച്ച സ്വത്തുവകകളെല്ലാം ഇന്ന് എവിടെയാണ്? അവരുടെ ഉദ്ദേശം നടന്നോ? അവരുടെ ഉദ്ദേശം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ, ആ രീതിയിലുള്ള ഉദ്ദേശങ്ങൾ നടക്കും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അപ്പോൾ വരാൻ പോകുന്ന തലമുറകൾക്കു വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നത് വൃഥാവിലാണ് എന്ന് തിരിച്ചറിയാൻ നമ്മളുടെ മുമ്പേ പോയവർ ചെയ്ത പ്രവൃത്തികളുടെ അനന്തരഫലത്തെ വിശകലനം ചെയ്താൽ മതിയാകും. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവും. സംയമശീലമുള്ളവർ ശരീരം നിലനിർത്താൻ വേണ്ട അന്നാദികൾ കൊണ്ട് സന്തുഷ്ടരാകുന്നു. അല്ലാത്തവരോ? ഇന്ദ്രിയങ്ങളെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിപ്പിക്കാത്തവർ, അവയർനെസ്സോടുകൂടി ജീവിക്കാത്തവർ അവരെന്ത് ചെയ്യും? അവരമാസ ചെയ്യും. അവർ സ്വത്തുവകകൾ സമ്പാദിച്ചു കൂട്ടും. ഈ സമ്പാദിച്ചു കൂട്ടുന്നത് കൊണ്ട് ആർക്കാ ഗുണം? ആർക്കും ഗുണം ഉണ്ടാവുന്നില്ല. അവരുടെ പ്രവൃത്തികൾ വൃഥാവിലാകുന്നു. അപ്പോൾ അവയർനെസ്സോടുകൂടി ജീവിക്കണം. അവയർനെസ്സോടുകൂടി ജീവിക്കുന്നവർ വേണ്ടത് മാത്രമേ ചെയ്യുകയുള്ളൂ. അവർക്ക് എത്ര വേഗം മുക്തി ലഭിക്കുമോ അത്ര വേഗം ഗൃഹാദികളിൽ ആസക്തരായവർക്ക് മുക്തി ലഭിക്കുകയില്ല. ഈ അവയർനെസ്സോടുകൂടി ജീവിക്കുന്നവർക്കാണ് എളുപ്പം മുക്തി ലഭിക്കുക. അല്ലാതെ ഗൃഹാദികളിൽ ആസക്തരായവർക്ക് മുക്തി എളുപ്പം ലഭിക്കുകയില്ല. മോക്ഷം എപ്പോഴും അവയർനെസ്സോടുകൂടി ജീവിക്കുന്നവർക്കാണ് ലഭിക്കുക. അവരുടെ പ്രവർത്തികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. അവരുടെ നിലനിൽപ്പിൽ അവരുടെ ബന്ധുക്കളും കുടുംബവും ഒക്കെ പെടും. പക്ഷെ അത് ആസക്തിയില്ലാതെയാണ് അവർ ചെയ്യുന്നത്. ആസക്തിയോടുകൂടിയല്ല അവർ ചെയ്യുന്നത്. അവരെ ആശ്രയിച്ച് നിൽക്കുന്നവരോടുള്ള കടപ്പാട് അവർ നിറവേറ്റും. പക്ഷെ അത് അനാസക്തരായിട്ടാണ്. അങ്ങനെ അനാസക്തിയോടുകൂടി ജീവിക്കുന്നവർക്ക്, ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ മാത്രം ആസക്തരായവർക്ക്, അവയർനെസ്സോടു കൂടിയവർക്ക് മോക്ഷം എളുപ്പമാണ്. അല്ലാത്തവർക്ക് എളുപ്പമല്ല. ഭഗവത് ഭക്തന്മാരുടെ സംഗമം കൊണ്ട് ഭഗവാന്റെ വീര്യവൈഭവങ്ങൾ വെളിവാക്കുന്ന പവിത്ര ചരിത്രങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാൻ കഴിയും. അതുമൂലം അന്തരംഗത്തിൽ പ്രതിഷ്ഠിതനാകുന്ന ഭഗവാൻ മനോമാലിന്യങ്ങൾ മുഴുവൻ ഇല്ലാതാക്കും. തീർത്ഥസ്നാനം കൊണ്ട് ശരീരം മാത്രമല്ലേ ശുദ്ധമാകൂ. അപ്പോൾ ഭഗവത് ഭക്തരെ ആരാണ് സേവിക്കാതിരിക്കുക? നേരത്തെ പറഞ്ഞു, ആസക്തി ഉണ്ടാവുന്നെങ്കിൽ അത് ഭഗവത് ഭക്തന്മാരിലായിരിക്കട്ടെ എന്ന്. എന്തിനാണ് ആ ഭഗവത് ഭക്തന്മാരോട് ആസക്തി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവാൻ പ്രാർത്ഥിച്ചത്? ഭഗവത് ഭക്തന്മാരുടെ സംഗമം കൊണ്ട് ഭഗവാന്റെ വീര്യവൈഭവങ്ങൾ വെളിവാക്കുന്ന പവിത്ര ചരിത്രങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാൻ കഴിയും. ഈ ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള സംഘം കൊണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ പറ്റും. സ്പിരിച്വലായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കേൾക്കാൻ സാധിക്കും. ലൗകികമായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ലൗകികമായ കാര്യങ്ങളാണ് കൂടുതൽ കൂടുതൽ കേൾക്കാൻ സാധിക്കുക. കേൾക്കുന്നത് നമ്മളെ സ്വാധീനിക്കും. അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തികൾ ഉരുത്തിരിഞ്ഞു വരും. അതുകൊണ്ടാണ് എന്ത് കേൾക്കണം, ആരിൽ നിന്ന് കേൾക്കണം എന്നൊക്കെ കൃത്യമായി പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവത് ഭക്തന്മാരുമായിട്ടാണ് സംഗമമെങ്കിൽ അവിടെയും സംസാരം തന്നെയുണ്ട്. സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും. പക്ഷെ അവിടുത്തെ സംഭാഷണ വിഷയം ഈശ്വരനാണ്. അല്ലാത്തവരുടെ സംഭാഷണ വിഷയം ധനം, വീട്, കളത്രം, പുത്രൻ, ധനം തുടങ്ങിയ അല്പങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിക്കുക എങ്കിൽ ഭഗവത് ഭക്തന്മാർ അനൽപമായിട്ടുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുക. അങ്ങനെ വീണ്ടും വീണ്ടും ഭഗവാന്റെ പവിത്ര ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതുമൂലം അന്തരംഗത്തിൽ പ്രതിഷ്ഠിതനാകുന്ന ഭഗവാൻ മനോമാലിന്യങ്ങൾ മുഴുവൻ ഇല്ലാതാക്കും. അപ്പം ഈ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സംസർഗം സ്പിരിച്വാലിറ്റിയോടുള്ള നമ്മുടെ താല്പര്യത്തെ വർദ്ധിപ്പിക്കും. അപ്പോൾ ആ പരമമായ തലം അത് നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടും. ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരാധനയുണ്ടാകും. ആരെക്കുറിച്ച്
വേണ്ടതുപോലെ കേട്ടാലും അങ്ങനെ ആരാധനയുണ്ടാകും. രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ച് അങ്ങനെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ആരാധനയുണ്ടാകും. അങ്ങനെ ധനികരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് കേൾക്കുമ്പോൾ ആരാധനയുണ്ടാകും. സിനിമാ നടന്മാരെക്കുറിച്ച് കേൾക്കുമ്പോൾ ആരാധനയുണ്ടാകും. അപ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കുന്നതിനോട്, പോസിറ്റീവായിട്ട് കേൾക്കുന്നതിനോട് ആരാധനയുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹത്തോട് ആരാധനയുണ്ടാകും. അദ്ദേഹത്തെ അന്തരംഗത്തിൽ പ്രതിഷ്ഠിക്കും. അദ്ദേഹമായിരിക്കും പിന്നെ ഐഡിയൽ, അദ്ദേഹമായിരിക്കും ലക്ഷ്യം, അദ്ദേഹമായിരിക്കും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? മനോമാലിന്യങ്ങൾ ഇല്ലാതെയാകും. മനസ്സിലെ മാലിന്യങ്ങൾ, ഒരുപാട് ചിന്തകൾ പതുക്കെ ഇല്ലാതെയാകും. തീർത്ഥസ്നാനം കൊണ്ട് ശരീരം മാത്രമല്ലേ ശുദ്ധമാവുകയുള്ളൂ, അന്തരംഗം മനസ്സ് ശുദ്ധമാവില്ലല്ലോ. അപ്പോൾ മനസ്സ് ശുദ്ധമാകണമെങ്കിൽ അവിടെ ഭഗവാനെ ഇരുത്തണമെങ്കിൽ ഭഗവത് ഭക്തന്മാരുമായിട്ട് സംഗമം ഉണ്ടാകണം. അങ്ങനെ ഭഗവത് ഭക്തന്മാരുമായിട്ട് സംഗമം ഉണ്ടാകുമ്പോൾ, അവരുമായിട്ട് സാമീപ്യമുണ്ടാകുമ്പോൾ, ബന്ധമുണ്ടാകുമ്പോൾ ഈശ്വരോന്മുഖമായ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കേൾക്കാൻ സാധിക്കും. ഈശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കും. പ്രതിഷ്ഠിതനായ ഈശ്വരൻ മനസ്സിനെ ശുദ്ധീകരിക്കും. തീർത്ഥസ്നാനം പോലെ ബാഹ്യശുദ്ധി മാത്രമല്ല ഉണ്ടാവുക. അപ്പോൾ ഭഗവത് ഭക്തന്മാരെ ആരാണ് സേവിക്കാതിരിക്കുക? വെൽനസ് ആഗ്രഹിക്കുന്നവർ, ശരിക്കുമുള്ള സുഖം ആഗ്രഹിക്കുന്നവർ ഭഗവാൻ ഭക്തന്മാരെ നിരന്തരം സേവിക്കും. അതിന് സംശയമൊന്നും ഇല്ല. ആർക്കാണോ ഭഗവാനിൽ നിഷ്കാമമായ ഭക്തിയുള്ളത്, ആർക്കാണോ ഭഗവാനിൽ നിഷ്കാമമായ ഭക്തിയുള്ളത് അവരുടെ ഹൃദയത്തിൽ ദേവന്മാർ ധർമ്മജ്ഞാനാദി സർവഗുണങ്ങളോടും കൂടി സദാ നിവസിക്കുന്നു. ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവർക്ക് മഹാപുരുഷന്മാരുടെ ഗുണങ്ങൾ എങ്ങനെ ഉണ്ടാകും? അവരുടെ മനസ്സ് തുച്ഛങ്ങളായ ബാഹ്യവിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകുകയേ ഉള്ളൂ. ആർക്കാണോ ഭഗവാനിൽ നിഷ്കാമമായ ഭക്തിയുള്ളത് അവരുടെ ഹൃദയത്തിൽ ദേവന്മാർ ധർമ്മജ്ഞാനാദി സർവഗുണങ്ങളോടും കൂടി സദാ നിവസിക്കുന്നു. ഭഗവാനിൽ നിഷ്കാമ ഭക്തിയുള്ളവരുടെ ഹൃദയത്തിൽ ദേവന്മാർ ധർമ്മജ്ഞാനാദി സർവഗുണങ്ങളോടുകൂടി സദാ നിവസിക്കുന്നു. നിഷ്കാമമായിട്ട് പരമമായതിനോട് ഭക്തിയുള്ളവരുടെ ഹൃദയത്തിൽ മറ്റെല്ലാ ഗുണങ്ങളും സദാ വിലസുന്നു. ഭഗവാനിൽ ഭക്തിയില്ലാത്തവർക്ക്, ഭഗവാനോട് ഒന്നായി ചേരണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് മഹാപുരുഷന്മാരുടെ ഗുണങ്ങൾ എങ്ങനെ ഉണ്ടാകും? അപ്പം ഭഗവാനെക്കുറിച്ച് സ്മരിച്ചാൽ, ഭഗവാനിൽ നിഷ്കാമമായിട്ടുള്ള ഭക്തി ഉണ്ടായാൽ അത് കുറച്ച് കാലം കൊണ്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ എല്ലാ ഗുണങ്ങൾക്കും വിളനിലമായി ഭവിക്കും. എല്ലാ ഗുണങ്ങളും താനേ ഉണ്ടാകും. ഓരോരോ ഗുണങ്ങളും ഉണ്ടാക്കാൻ മെനക്കെടണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് ദേവന്മാർ സർവഗുണങ്ങളോടും കൂടി സദാ നിവസിക്കുന്നു എന്ന് പറഞ്ഞത്. എല്ലാ ഗുണങ്ങളുടെയും വിളനിലമായി ഭവിക്കും ഭഗവത് ഭക്തി ഉള്ളവർ. അതില്ലാത്തവരോ, അവർക്കെങ്ങനെ ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ടാവുക? അവരുടെ മനസ്സ് തുച്ഛങ്ങളായിട്ടുള്ള ബാഹ്യ വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോവുകയേ ഉള്ളൂ. അവരുടെ മനസ്സ് നിസ്സാരങ്ങളായിട്ടുള്ള, ക്ഷണികങ്ങളായിട്ടുള്ള ബാഹ്യ വിഷയങ്ങളുടെ പുറകെയാണ് പോവുക. മഹത്തരങ്ങളായ ഗുണങ്ങളൊന്നും ഭഗവത് ഭക്തി ഇല്ലാത്തവരുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. മത്സ്യങ്ങൾക്ക് ജലം പോലെ പ്രിയമായ മറ്റൊന്നില്ല. അതുപോലെ ശരീരമുള്ളവർക്കെല്ലാം പ്രിയപ്പെട്ടവൻ ആത്മസ്വരൂപിയായ ഭഗവാനാണ്. ആ മഹാപുരുഷനെ വേണ്ടെന്നു വെച്ച് ഗൃഹാസക്തനായ മനുഷ്യന് മഹത്വം എവിടെ? ദമ്പതികളിൽ പുരുഷന് പ്രായം കൊണ്ട് മഹത്വം സിദ്ധിക്കുമല്ലോ, അതുപോലുള്ള മഹത്വമേ അവനുള്ളൂ. അല്ലാതെ ജ്ഞാനാദികൾ കൊണ്ടുള്ള മഹത്വം അവനില്ല. മത്സ്യങ്ങൾക്ക് ജലം പോലെ പ്രിയമായ മറ്റൊന്നില്ല. മത്സ്യങ്ങൾ ജലത്തിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മരിച്ചു പോകും, ചത്തുപോകും. മത്സ്യങ്ങൾക്ക് ജലം പോലെ പ്രിയമായ മറ്റൊന്നില്ല. അതുപോലെ ശരീരമുള്ളവർക്കെല്ലാം പ്രിയപ്പെട്ടവൻ ആത്മസ്വരൂപിയായ ഭഗവാനാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടത് ഭഗവത് സ്വരൂപമാണ്. കാരണം എല്ലാവരുടെ ഉള്ളിലും ബോധമായി വിളങ്ങുന്നത് ഭഗവാൻ തന്നെയാണ്. അത് അറിയുന്നില്ല എല്ലാവരും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അറിഞ്ഞായാലും അറിയാതെ ആയാലും എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ ഭഗവാൻ തന്നെയാണ്.
ആത്മസ്വരൂപിയായ ഭഗവാനാണ്. ഓരോരുത്തരുടെയും ആത്മബോധമായി വിളങ്ങുന്നത് ഭഗവാൻ തന്നെയാണ്. ആ മഹാപുരുഷനെ വേണ്ടെന്ന് വെച്ചിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതിനെ വേണ്ട എന്ന് വെച്ച് ഗൃഹാസക്തനായ മനുഷ്യൻ, ഒരു ഗൃഹാസക്തൻ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ളതിനോട് ആസക്തിയുള്ള, മഹത്തായതിനെ അറിയുവാൻ താല്പര്യമില്ലാതെ അതിനോട് ആസക്തിയില്ലാതെ അല്പമായതിനോട് ആസക്തിയുള്ളത്. ഗൃഹാസക്തരായ മനുഷ്യന് മഹത്വം എവിടെയാണ്? അല്പമായിട്ടുള്ളതിനോട് ആസക്തിയുള്ളവർക്ക് എവിടെയാണ് മഹത്വം? മഹത്വം എപ്പോഴും മഹത്തായതിനോട് ആസക്തി ഉണ്ടാക്കുമ്പോഴാണ്. നമ്മുടെ സാധാരണ ലോകത്തും അങ്ങനെ തന്നെയാണ്. ഉദാത്തമായ ആശയങ്ങളോട് ആസക്തി ഉണ്ടാകുന്നവരാണ് ഉയരുന്നത്. നിസാരങ്ങളായിട്ടുള്ള ആശയങ്ങളോട് ആസക്തിയുള്ളവർക്ക് ഉയർച്ചയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മഹത്തരമായതിനോട് ആസക്തി ഉണ്ടാകണം, അല്പമായതിനോടല്ല ആസക്തി ഉണ്ടാകേണ്ടത്. ദമ്പതികളിൽ പുരുഷന് പ്രായം കൊണ്ട് മഹത്വം സിദ്ധിക്കുമല്ലോ. പ്രായം കൂടുതലായിരിക്കും പൊതുവേ. ഇതെഴുതിയ കാലഘട്ടത്തിൽ ഇപ്പോഴും ഭൂരിപക്ഷം ദമ്പതികളിൽ പുരുഷനാണ് പ്രായം. അത് കേവലം വർഷങ്ങൾ കൊണ്ടുള്ള മഹത്വമേ ഉള്ളൂ. അതൊരു വലിയ മഹത്വമൊന്നുമല്ല. അത് പോലുള്ള മഹത്വമേ ഈ അല്പമായതിൻ്റെ പുറകെ പോകുന്നവർക്കുള്ളൂ. ശരിക്കുമുള്ള മഹത്വമില്ല. ദമ്പതികൾ തുല്യര് തന്നെയാണ്. അതിൽ പ്രായം കൊണ്ട് പ്രായം കൂടിയ ആൾക്കൊരു ചെറിയ മഹത്വം ലഭിച്ചേക്കാം. അതിൽ പരം വലിയ മഹത്വമൊന്നും ആ ആൾക്ക് അവകാശപ്പെടാനില്ല. അതുപോലെയേ ഉള്ളൂ അല്പമായതിൻ്റെ പുറകെ പോകുന്നവർക്ക്. അല്ലാതെ ജ്ഞാനാദികൾ കൊണ്ടുള്ള മഹത്വം അവർക്കില്ല. ജ്ഞാനാദികൾ കൊണ്ടുള്ള മഹത്വം, അറിവ് തുടങ്ങിയത് കൊണ്ടുള്ള മഹത്വം, അവയർനെസ്സോട് കൂടിയതായിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുള്ള മഹത്വം ഈ അല്പമായതിനോട് ആസക്തരായവർക്ക് ഇല്ല.